ഹായ് ഓൾ, ഇന്നത്തേത് ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ വീഡിയോ ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഗൈഡ് എടുത്ത് അതിൽ ഓരോ പോയിൻറ്റ്സ് വായിച്ച് നോക്കുകയാണ്. ആദ്യമേ ക്ലാസ് കേട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സമയം രാത്രിയാണ്. പിന്നെ ഗൈഡൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പോകാറുണ്ട്. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് വ്യത്യസ്ത കളറുകൾ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് പഠിക്കാനൊന്നും കൂടെ തോന്നാറുണ്ട്. ചില ആൾക്കാർക്ക് ഒരു പക്ഷേ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഈ ഒരു പെന്നെന്ന് പറയുന്നത് ഇറേസബിൾ ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മായ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഗൈഡൊക്കെ വായിക്കുന്ന സമയത്ത് അഡീഷണൽ പോയിൻറ്റ്സ് സൈഡിൽ എഴുതിയിട്ടിട്ട് പിന്നെ നമ്മളത് പഠിച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്കത് എറേസ് ചെയ്ത് കളയുകയും ചെയ്യാം. ഏതൊരു പരീക്ഷയും നമ്മൾ നേരിടുമ്പോഴും പ്രധാനമായിട്ടും ആ പരീക്ഷയുടെ സിലബസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതോടൊപ്പം ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പാറ്റേണും വ്യക്തമായി അറിഞ്ഞിരിക്കണം. കാരണം ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവായി എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൽ രണ്ടിനും പ്രിപ്പയർ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കുറച്ച് വർഷത്തെ, അതായത് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ റെഫർ ചെയ്തേ പറ്റൂ. അതിനുശേഷം നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും ഏതെല്ലാം ഭാഗത്തു നിന്നാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം പാറ്റേൺസിലാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിലേക്ക് ഏറ്റവും ഷോർട്ടായിട്ട് എഴുതി വെക്കണം. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞുള്ള ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേ ദിവസം ഈ ഒരു നോട്ട് എടുത്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം ഒരു മൈൻഡ് മാപ്പ് പോലെ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളതിൽ പഠിച്ച ആ ഒരു പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മനസ്സിലേക്ക് വരുന്ന രീതിയിൽ ഏറ്റവും ചുരുക്കിയിട്ട് നമ്മൾ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കാം. ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് എക്സാമിന് ഒരുപാട് ഡേയ്സ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്കി നോട്ട്സും അതുപോലെ തന്നെ മാർക്കേഴ്സും എല്ലാം യൂസ് ചെയ്ത് നമുക്ക് കുറച്ചൊരു അട്രാക്റ്റീവായ രീതിയിൽ തന്നെ ഷോർട്ട് നോട്ട്സ് റെഡിയാക്കാനായിട്ട് പറ്റും. അതല്ല എക്സാമിന് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മളത് ഡെക്കറേറ്റ് ചെയ്ത് സമയം പോവാതെ ശ്രദ്ധിക്കണം.
ഇങ്ങനെ നമ്മൾ എഴുതി വെക്കുന്ന ഷോർട്ട് നോട്ടുകൾ നമുക്ക് റിവിഷൻ ഒരുപാട് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് റീഡ് വായിച്ചിട്ടോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കണ്ടിട്ടോ അതിൻ്റെ സമയം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി അതിലൂടെ ഒരു തവണ കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് നോട്ട്സ് കാണുന്ന സമയത്ത് നമുക്ക് ആ പോയിൻറ്റ്സ് എല്ലാം ഓർമ്മ വരും. ഇനി ഇത് റിവൈസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും പോയിൻറ്റ്സ് ക്ലിയർ ആവുന്നില്ല എങ്കിൽ ആ ഭാഗം മാത്രം നമുക്കൊന്ന് റെഫർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്റ്റഡി വ്ലോഗുമായിട്ട് വീണ്ടും